ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. ഇന്ത്യയുടെ 4th അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് SSBN INS അരിസുധൻ ട്രയൽ റൺ 2026 അവസാനത്തോടുകൂടി പൂർത്തിയാക്കും. അത് പൂർത്തിയാകുന്നതോടുകൂടി ഇന്ത്യയുടെ 4ാമത്തെ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ പവേർഡ് സബ്മറൈൻ നമ്മൾ കമ്മീഷൻ ചെയ്യുന്നതായിരിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നേവിയുടെ സൈഡിൽ നിന്നും പുറത്തു വരുന്നത്. ഇന്ത്യയുടെ സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞ കമ്പനി 125 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ടിൻ്റെ റോൾസ് റോയ്സ് എയറോസ്പേസ് കോൺട്രാക്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ബ്രോംഫോർഡ് എന്ന് പറഞ്ഞ അക്വിസിഷൻ ത്രൂ ആണ് സ്വന്തമാക്കിയത്. സിഗ്മ അഡ്വാൻസ്ഡ് സിസ്റ്റം ഹാസ് സെക്യൂർഡ് എ ഫ്രഷ് 125 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട്. അത് ഓൾമോസ്റ്റ് 1600 കോടി വരും ഇന്ത്യൻ മണി. ലോങ് ടേം കോൺട്രാക്റ്റാണ്. റോൾസ് റോയ്സ് ത്രൂ ഇറ്റ്സ് UK സബ്സിഡറി ബോംഫോർഡ് പ്രിസിഷൻ സൊല്യൂഷനാണ് ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. എക്സ്പാൻഡിങ് ഓൺ എ പ്രയർ 300 മില്യൺ സ്റ്റെർലിംഗ് പൗണ്ട് ഡീൽ. എക്കണോമിക് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിഗ്മ റോൾസ് റോയ്സ് സപ്ലൈ ചെയിൻ ഇൻ ഹൈലൈറ്റ്സ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതേപോലെ പല പ്രോജക്റ്റുകളും ഇന്ത്യക്കുള്ളിൽ വരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിലൂടെ പലർക്കും തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത്. അതോടൊപ്പം ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയും മുന്നോട്ട് സഞ്ചരിക്കും. ഇന്ത്യ സീക്സ് അഡ്വാൻസ്ഡ് ജാപ്പനീസ് ഡിസ്ട്രോയേഴ്സ്. ടെക്നോളജി ഉൾപ്പെടെയുള്ള 18 കപ്പലുകൾ, 18 ഡിസ്ട്രോയർ വാർഷിപ്പുകളാണ് ഇന്ത്യയും ജപ്പാനും കൂടി ചേർന്ന് നിർമ്മിക്കാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഒരു മേജർ ചേഞ്ചാണ്. ശരിക്കും 7400 ടൺ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയേഴ്സാണ് ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടോപ്പ് മോസ്റ്റ് ആയിട്ട്. അപ്പം അതിലുപരിയായിട്ട് ജപ്പാൻ്റെ മായ ക്ലാസ് ഡിസ്ട്രോയേഴ്സ് പ്രോഗ്രാം 18 ഡിസ്ട്രോയേഴ്സാണ് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് ഇതിലൂടെ. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയ്ശങ്കർ വൈഡ് റേഞ്ച് ടോക്ക് വിത്ത് ലാവ്റോവ്. റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗെയ് ലാവ്റോവുമായിട്ട് വളരെ ഡീപ്പ് ലെവലിലുള്ള മീറ്റിംഗ് ആണ് നടത്തിയത്. ഇന്ത്യയും റഷ്യയും തമ്മിൽ ഫെർട്ടിലൈസർ മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ധാരണയായിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള യുറേനിയം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റും ഒപ്പുവെച്ചിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള യുറേനിയം എൻറിച്ച്മെൻറ്റ് ചെയ്ത് ആ ഒരു ഗ്രേഡിൽ എൻറിച്ച്മെൻറ്റ് നടത്തി അതിനെ പൗഡർ രൂപത്തിലാക്കിയിട്ട് ഇന്ത്യക്ക് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോബ് അത്രയ്ക്ക് എളുപ്പമാണ്. ഇനി ഫെർട്ടിലൈസർ മേഖലയെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്ത്യ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. റഷ്യയുമായിട്ട് നമുക്ക് ട്രേഡ് ഇപ്പം നിലവിൽ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പലരും അമേരിക്കയുടെയും റഷ്യയുടെയും ട്രേഡ് വോള്യൂമിനെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ നമ്മൾ സീരിയസ് ആയിട്ട് നോക്കേണ്ടതില്ല. കാരണം ട്രേഡ് അത് പല രൂപത്തിൽ ഇന്ത്യക്കുള്ളിലും പുറത്തും നടക്കും. പക്ഷെ അതേസമയം ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ആ ഡിപ്പെൻഡൻസി കുറയ്ക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് റഷ്യയുമായിട്ട് ഇത്തവണ ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇന്ത്യക്കുള്ളിൽ ഓൾമോസ്റ്റ് 74% ഫെർട്ടിലൈസർ ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഈ ഫെർട്ടിലൈസർ ഉൽപ്പാദിപ്പിക്കുന്നതിന് റോ മെറ്റീരിയൽസ് അത് പുറത്തുനിന്നാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇപ്പം ട്രാൻസ്പോർട്ടേഷൻ അത്ര സ്മൂത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചൈനയുടെ സൈഡിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴായിട്ടൊരു പ്രഷർ നേരിടേണ്ടി വരുന്നുണ്ട്. ആ പ്രഷറിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ റഷ്യയുടെ ഇൻവോൾവ്മെൻറ്റ് കൂടിയേ തീരൂ. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യയുമായിട്ട് ഈ വിഷയത്തിൽ വീണ്ടും ഒരു കരാർ പുതുക്കി വച്ചിരിക്കുന്നത് ഇന്ത്യ. അതുമാത്രമല്ല, ഇന്ത്യയെ ആർട്ടിക് റീജിയനിൽ, അതായത് അവരുടെ ആർട്ടിക് റീജിയനിലുള്ള ട്രാൻസ്പോർട്ട് കോറിഡോറിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് റഷ്യ. അതിന് പ്രധാനപ്പെട്ട കാരണം ചൈന ആ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ് ആ മേഖലയിൽ മാപ്പ് സഹിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ചൈനയുടെ ശ്രമം എന്ന് പറഞ്ഞാൽ ആർട്ടിക് റീജിയനിൽ ആ റൂട്ടിൽ റഷ്യയെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. അമേരിക്കയ്ക്ക് ബദലായിട്ട് കൃത്യമായിട്ട് ആർട്ടിക് റീജിയനിലുള്ള ഡോമിനേഷൻ കൈയടക്കാൻ വേണ്ടിയിട്ട് ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണ് റഷ്യയ്ക്ക് ഒരു ശക്തമായിട്ടുള്ള ഒരു ബാക്കപ്പ് ആയിട്ട് ഇന്ത്യയും കൂടി റഷ്യ അവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. RIC എന്ന് പറഞ്ഞ ആ ഒരു റഷ്യ, ഇന്ത്യ, ചൈന ആ ഒരു കൂട്ടായ്മ ആർട്ടിക് റീജിയനിൽ ശക്തമായി തുടരും. അതിന് ചൈനയെ നമ്മൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചിലല്ല നോക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ ഡോമിനേഷനെ മറികടക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചൈന
റഷ്യയോടൊപ്പം നിലനിൽക്കും. അതേ പശ്ചാത്തലത്തിൽ ഇന്ത്യയോടൊപ്പം ഡിപ്ലോമാറ്റിക്കലി അവർ നിലനിൽക്കും. ഇതൊരു ഗെയിം ചേഞ്ചർ റൂട്ടാണ് ശരിക്കും ആർട്ടിക് റീജിയൻ എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഈ മഞ്ഞ് ഉരുകി ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തന്നെ മഞ്ഞിൻ്റെ കനം, മഞ്ഞിൻ്റെ വെയിറ്റ് അത് വളരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പണ്ട് ഐസ് ബ്രേക്കേഴ്സ് ഒക്കെ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂട്ടായിട്ടുള്ള ആർട്ടിക് റൂട്ട് ഇപ്പം വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റൂട്ടായി മാറിയിട്ടുണ്ടെന്നുള്ള പഠനങ്ങളും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആർട്ടിക് റീജിയനിൽ ഇന്ത്യയെ റഷ്യ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റ് അവിടെ അനിവാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് ഇത്തവണത്തെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിൻ്റെ റഷ്യ വിസിറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അൺയൂഷ്വൽ സർജ് ഓഫ് ചൈനീസ് ആൻഡ് തുർക്കിഷ് മിലിറ്ററി ഫ്ലൈറ്റ്സ് ഇൻ ടു പാകിസ്ഥാൻ സ്പാർക്സ് ഡിഫൻസ് സ്പെക്കുലേഷൻ. ഈ വാർത്ത ഓഗസ്റ്റ് 25 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് തുർക്കിയുടെയും ചൈനയുടെയും കാർഗോ വിമാനങ്ങൾ, പ്രത്യേകിച്ച് മിലിറ്ററി എക്യുപ്മെൻറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് നടത്തുന്ന കാർഗോ വിമാനങ്ങൾ പാകിസ്ഥാനിൽ പ്രത്യേകിച്ച് നൂർഖാൻ ബേസിൻ്റെ അടുത്ത് വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്ത ഞാൻ ഓൾറെഡി തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പല തരത്തിലുള്ള സൂചനകളാണ് ഇത് നൽകുന്നത്. ശരിക്കും പ്രത്യേകിച്ച് ഇന്ത്യ അലേർട്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അമേരിക്കയുടെ എൻഒ ആയിട്ടുള്ള സെർജിയോ ഗോർ അടങ്ങുന്ന ഒരു ടീം, അമേരിക്കൻ ടീം, ഇന്ത്യയുടെ C-130J പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ ഹബ്ബ് ഹൈദരാബാദിലുള്ള ഫെസിലിറ്റി വിസിറ്റ് ചെയ്തിട്ടായിരുന്നു. C-130J പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം എന്നുള്ള രീതിയിൽ അമേരിക്കയിൽ നിന്നും മെസ്സേജ് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇന്ത്യയുമായിട്ട് കോപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ, ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കമ്പനിയുടെ കോപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് C-130J എന്ന് പറയുന്നത് ടാറ്റയും അതുപോലെ തന്നെ അമേരിക്കയുടെ ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞ ആ കമ്പനിയും കൂടി ചേർന്നാണ് ഇവിടെ C-130J നിർമ്മിക്കുന്നത്. ലോക്കിഡ് മാർട്ടിൻ ഒരു അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക ആ വിഷയത്തിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു റോഡ് ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഡെഡ് ലോക്ക് പീസ് ട്രീറ്റി, അപ്പോൾ അതിലേക്ക് ഒരു ആശ്വാസം പകരാൻ വേണ്ടിയിട്ട് അസീം മുനീർ തെഹ്റാൻ വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർണായകമായ ഡെവലപ്മെൻ്റ് ഉണ്ടായി എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ പറയത്തക്ക രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മുനീർ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാനെയും അതേപോലെ തന്നെ പാർലമെൻറ്റ് സ്പീക്കർ ഗാലിബാഫിനെയും കണ്ടാണ് സംസാരിച്ചത്. പക്ഷേ അവിടെ IRGC എന്ന് പറഞ്ഞ വലിയൊരു തീവ്ര നിലപാടുള്ള സംഘടന അവിടെ മാറി നിൽക്കുകയാണ്. IRGC കൺവിൻസ് ആവാത്തിടത്തോളം ഇറാൻ അമേരിക്ക തമ്മിലുള്ള പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അസീം മുനീറിന് വേണമെങ്കിൽ വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടിയിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെഹ്റാൻ സന്ദർശിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അതിലുപരിയായിട്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം നമുക്ക് പറയേണ്ടതുണ്ട്. അത് NIAയുടെ റെയ്ഡ്. 5 സ്റ്റേറ്റുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. സൈബർ ടെറർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിലുള്ള 54 ഗവൺമെൻറ് വെബ്സൈറ്റുകളെ ടാർഗറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് NIA അന്വേഷണം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്താണ് ഈ 54 വെബ്സൈറ്റുകൾ ഇന്ത്യക്കുള്ളിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. ദ NIA ക്യാരിഡ് ഔട്ട് സെർച്ചസ് ഇൻ ജുനാർ ഇൻ പൂനെ ഡിസ്ട്രിക്ട് മഹാരാഷ്ട്ര, നൈഡാഡ് ഇൻ കേദാർ ഡിസ്ട്രിക്ട് ഗുജറാത്ത്, രാമഗുണ്ടം ഇൻ കരീംനഗർ ഡിസ്ട്രിക്ട് ഓഫ് തെലങ്കാന, ഗോപാൽഗഞ്ച് in Bihar and Delhi. These raids were part of case RC01 2025. NIA AMD എന്നാണ് ഇതിൻ്റെ ഫയൽ നമ്പർ. സൈബർ ടെററിസത്തിനെതിരെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗുജറാത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആൻറ്റി ടെററിസം സ്ക്വാഡാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ NIAയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. അതായത് ഗുജറാത്തിലെ ആൻറ്റി ടെററിസം സ്ക്വാഡ് ATSഉം അതേപോലെ NIAയും കൂടി ചേർന്നിട്ടാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ശരിക്കും ലഷ്കർ-ഇ-തൊയ്ബയുടെ 2025 25 ടൂറിസ്റ്റുകളെയും ഒരു പോണിവാല കുതിരക്കാരനെയും കൊലപ്പെടുത്തിയ കേസ്, തീവ്രവാദ ആക്രമണം, ആ തീവ്രവാദ ആക്രമണവും ഈ സൈബർ കേസുകളും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് NIA സംശയിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ വരുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.